ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. ദർശനത്തിനായി 12 മണിക്കൂറോളമാണ് ഭക്തർ കാത്തുനിന്നത്. ഒരു മിനിറ്റിൽ 65 പേർ വരെയാണ് പടി കയറുന്നത്. ശബരിമലയിൽ ഇന്നു മുതൽ പ്രതിദിനം 75,000 പേർക്ക് മാത്രമായിരിക്കും ദർശനത്തിന് അവസരമുള്ളത്. സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5,000-ആയി ചുരുക്കിയിരുന്നു. വിനോദ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ് വിനോദ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ ഇന്നലെ കേട്ടതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന രൂക്ഷമായ വിമർശനം. അതിൽ പ്രധാനമായും ഹൈക്കോടതി പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന്. 6 മാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തെടുക്കുകയായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇന്നത്തെ സാഹചര്യം? വലിയ തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഭവ്യ, ഇന്നും വലിയ തിരക്കുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമ്മൾ ഒരു ദിവസം മുൻപ് കണ്ടതുപോലെ ക്രമാതീതമായ തിരക്കില്ല. അതിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കണ്ടു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നിലയ്ക്കലിൽ ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ട് പമ്പയിലേക്ക് ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിലയ്ക്കലും പമ്പയും വലിയ തോതിൽ ആളുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലും ഏതാണ്ട് 8 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുവെന്നാണ് ഭക്തർ ഇന്ന് രാവിലെയും പറയുന്നത്. പക്ഷേ പുലർച്ചെ 3 മണിക്ക് നട തുറക്കുമ്പോഴുള്ള ഒരു തിരക്കിന് കാരണം രാത്രി മല കയറുന്നവരുണ്ട്. 11 മണി കഴിഞ്ഞ് സന്നിധാനത്ത്, അതായത് വൈകിട്ടൊരു 7 മണിയോടുകൂടിയ അല്ലെങ്കിൽ 6 മണിയൊക്കെ കഴിഞ്ഞ് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് എത്തുന്നവർക്ക് രാത്രി ദർശനം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ളവർ സന്നിധാനത്ത് തുടരും. അതോടൊപ്പം തന്നെ പുലർച്ചെ അവിടെ നിന്ന് വീണ്ടും കയറുന്ന ഭക്തരുണ്ട്. ഈ രണ്ട് കൂട്ടരും കൂടി ആകുമ്പോഴാണ് രാവിലെ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്നാൽ അതൊരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും സാധാരണ നിലയിലേക്ക് എത്തും. ഇപ്പോഴും തിരക്കുണ്ട്. ഇത് ശബരിമലയിൽ സാധാരണ നമ്മൾ കാണാറുള്ള തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് ഈ വിർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഉദാഹരണം, 20-ാം തീയതിക്ക് 25-ന് വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ആളുകൾ അവർ തീയതി മാറി വരുന്നു, നേരത്തെ എത്തുന്നു. 25-ന് ബുക്ക് ചെയ്തവർ 20-നോ 21-നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എത്തിയത് 28,000 പേരാണ്. അതായത് അവർ ബുക്ക് ചെയ്തിട്ടുള്ള ദിവസമല്ല എത്തുന്നത്, ബുക്ക് ചെയ്ത ശേഷം അതിന്റെ രേഖയുമായി നേരത്തെ ഉള്ള ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്നു. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ സ്പോട്ടുമായി ബന്ധപ്പെട്ടാണ്. സ്പോട്ട് ബുക്കിംഗ് 20,000-ആണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് നടന്നത് 14,000 മാത്രമാണ്. 6,000 സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചതിലും കുറവാണ് ഇന്നലെ ബുക്കിംഗ് നടന്നത്. ഹൈക്കോടതിയാകട്ടെ ആ സ്പോട്ട് ബുക്കിംഗ് അടുത്ത തിങ്കളാഴ്ച വരെ 5,000-ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. 20,000 എന്നത് 5,000 ആക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് 70,000 വിർച്വൽ ക്യൂ, 20,000 സ്പോട്ട് ബുക്കിംഗ്, അങ്ങനെ 90,000 പേർ. അധികമായി ഒരു 10,000 പേരെ കൂടി കണക്കാക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ 1,00,000 പേരെ കടത്തിവിടുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. ഇത് ഇപ്പോൾ 75,000-ആയി കുറച്ചിരിക്കുന്നു. വിമർശനം പല കോണുകളിൽ നിന്നുണ്ട്. അതായത് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമാണ് ദേവസ്വം ബോർഡ് ഇല്ലാതാക്കുന്നത്, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ എന്ന വിമർശനം ഒരു വശത്തുള്ളപ്പോൾ തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സൌകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 75,000 പേരെന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല NDRFന്റെ രണ്ടാമത്തെ സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം 30 പേരും രണ്ടാമത് 40 പേരും. ചെന്നൈയിൽ നിന്നുള്ള സംഘമാണ് രണ്ടാമതായി എത്തിയത്. ആദ്യത്തേത് തൃശൂരിൽ നിന്നുള്ള സംഘമായിരുന്നു. അങ്ങനെ NDRFന്റെ സംഘം കൂടി എത്തിയിട്ടുണ്ട്. അത് അവർക്ക് ഈ ക്രൗഡ് മാനേജ്മെന്റ്, അത് കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള വിഭാഗമാണ്. അവർക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സുഗമമാവുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ആളുകൾ നമ്മൾ ചോദിക്കുമ്പോൾ മല കയറി വരുന്ന ഭക്തർക്ക് വെള്ളവും ലഘുഭക്ഷണവും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഉറപ്പാക്കുന്നുണ്ട്. 20 കേന്ദ്രങ്ങളിലാണ് ഇവർക്ക് വിശ്രമത്തിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഈ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് ഭക്തർ കയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പലർക്കും ഈ വിശ്രമ കേന്ദ്രങ്ങളുടെ സേവനത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. മാത്രമല്ല അവിടെ പര്യാപ്തമായ തോതിൽ ജീവനക്കാരെ നിയമിക്കാനും കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥിതിക്കൊക്കെ മാറ്റമുണ്ടായിരിക്കുന്നു. കയറുന്ന വഴിയിൽ വെള്ളവും ലഘുഭക്ഷണവും കിട്ടുന്ന സാഹചര്യമുണ്ട്. ആദ്യത്തെ ഒരു ഭീതിതമായ അവസ്ഥ അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. ഭവ്യ, ശരി. സന്നിധാനത്ത് നിന്ന് വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി